So the next topic is convolution sum. Before going to what is convolution, we can say that a discrete time signal x of n can be written as weighted superposition of shifted impulses. അപ്പോൾ അതെങ്ങനെയാണ് എക്സ് ഓഫ് എന്നിനെ വെയ്റ്റഡ് സൂപ്പർ പൊസിഷൻ ഓഫ് ഷിഫ്റ്റഡ് ഇമ്പൾസസ് ആയിട്ട് എഴുതുന്നതെന്ന് നോക്കാം. While discussing the properties of impulse function, we said that a function into del of n is equal to that function at n equal to 0. അത് വെച്ചിട്ട് നമ്മളിവിടെ എഴുതിയേക്കാണ് എക്സ് ഓഫ് 0 ഇൻറ്റു ഡെൽ ഓഫ് n is equal to എക്സ് ഓഫ് 0 because here the impulse function del of n exists only at n equal to 0 and its value is equal to 0 for all other values of n. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഡെൽ ഓഫ് n is equal to 1 at n equal to 0 and its value is equal to 0 for all other values of n. So the system exists only at n equal to 0. So the value is equal to x of 0. Now we can say del of 1 into x of 1 into del of n minus 1 is equal to x of 1 because here the impulse function exists only at n equal to 1 because here the signal is del of n minus 1, that is the signal exists at n minus 1, so n is equal to 1, so the product is equal to x of 1. Similarly, x of 2 can be represented as x of 2 into del of n minus 2, which is equal to x of 2. Similarly, we can represent any value of x of n in terms of delta function. So in general, we can write the equation for x of n is equal to, in order to get x of 0, we need x of 0 into del of n plus x of 1 into del of n minus 1 plus x of 2 into del of n minus 2 plus etc. Similarly, the function may exist also at negative values of n. അല്ലേ, എന്നിന് നെഗറ്റീവ് വരുമ്പോഴും അത് എക്സിസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെങ്ങനെ പറയാം, മൈനസ് 1ലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് 0 1 2. ഇനി നെഗറ്റീവ് വാല്യൂസ് എഴുതാം, എക്സ് ഓഫ് മൈനസ് 1 ഇൻറ്റു ഡെൽ ഓഫ് n plus 1. Here the delta value exists at n plus 1, that is n. അപ്പോൾ നമുക്ക് n-ൻ്റെ വാല്യൂ എന്ത് കിട്ടും, n ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ സിഗ്നൽ എവിടെ എക്സിസ്റ്റ് ചെയ്യും, മൈനസ് 1ൽ എക്സിസ്റ്റ് ചെയ്യും, കാരണം ഇത് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത് എങ്ങോട്ടാണ്, ലെഫ്റ്റിലേക്കാണ്. സിമിലർലി എക്സ് ഓഫ് മൈനസ് 2 ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് എക്സ് ഓഫ് മൈനസ് 2 ഇൻറ്റു ഡെൽ ഓഫ് n plus 2. Here the signal exists at n plus 2 equal to 0. So n equal to minus 2. So the impulse function exists at minus 2. So the total function exists only at n equal to minus 2. Similarly, we can represent any value of x of n in terms of this delta function. So we can write x of n is equal to sigma k equal to minus infinity to infinity x of k into del of n minus k. ഈ ഇക്വേഷൻ ഞാൻ എവിടെ നിന്നാണ് എഴുതിയത്, ഈ തൊട്ട് മേളിൽ എഴുതിയ ജനറൽ എക്സ്പ്രഷനിൽ നിന്ന്. ഇവിടെ നോക്കിയേ, എക്സ് ഓഫ് 0 കിട്ടണമെന്നുണ്ടെങ്കിൽ k ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഓഫ് 0 ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് 0. എക്സ് ഓഫ് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ വെൻ k ഈക്വൽ ടു 1 എക്സ് ഓഫ് 1 ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് 1. അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും ഒബ്റ്റൈൻ ചെയ്യാം. സിമിലർലി നെഗറ്റീവ് വാല്യൂ എക്സ് ഓഫ് ഹിയർ വെൻ k ഈക്വൽ ടു മൈനസ് 2, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് 2 ഇൻറ്റു ഡെൽ ഓഫ് n മൈനസ് മൈനസ് 2, ദാറ്റ് ഈസ് ഡെൽ ഓഫ് n പ്ലസ് 2. സോ വി ക്യാൻ ഒബ്റ്റൈൻ ദിസ് വാല്യൂ. സിമിലർലി അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ ജനറൽ കേസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി if it is a continuous time signal x of t,
we can represent it as integral minus infinity to infinity x of tau del of t minus tau d tau. Here it is k, here we take it as tau. So these are the two equations for the convolution sum of signals. So ഇപ്പോൾ ഒരു ഇക്വേഷനെ എനിക്ക് ഇങ്ങനെ എഴുതാമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. കെയ്ക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ ആ പർട്ടിക്കുലർ വാല്യൂ ഓഫ് കെയിൽ എനിക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് എൻ കിട്ടും. ഫോർ എക്സാമ്പിൾ കെ ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് 0 ഇൻറ്റു ഡെൽ ഓഫ് എൻ, ദാറ്റ് ഈസ് എക്സ് ഓഫ് 0. അങ്ങനെ ഒരു സിഗ്നലിൻ്റെ കുറേ വാല്യൂസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മളെന്ത് യൂസ് ചെയ്യുക? ഈ കൺവല്യൂഷൻ സം യൂസ് ചെയ്യുക. ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. കെയ്ക്ക് നമ്മൾ ഏത് വാല്യൂ കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഓഫ് എൻ ആണ് എനിക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് റേഞ്ചാണോ കൊടുക്കുന്നത് ആ റേഞ്ചിനുള്ളിലുള്ള എക്സ് ഓഫ് ടി തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നോക്കിയേ, എക്സ് ഓഫ് 1 ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 1 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? എക്സ് ഓഫ് 1 തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓരോ ടേംസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് എന്നിലെ ഒരു വാല്യൂസാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ കുറച്ച് വാല്യൂസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് വാല്യൂസിനെ കളക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്? കൺവല്യൂഷൻ സം യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൺവല്യൂഷൻ സമ്മിൻ്റെ ഒരു ഫിസിക്കൽ കൺസെപ്റ്റ് എന്താണ്, നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മളിനി അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും പറയും. തൽക്കാലം ഇത്രയും അറിയാം. ഇതിൽ ഓരോ പ്രോഡക്റ്റും ഇവിടെ പറയുകയാണെങ്കിൽ ഇതിലെ ഓരോ പ്രോഡക്റ്റ് ടേം അല്ലെങ്കിൽ ഇതിലെ ഓരോ പ്രോഡക്റ്റ് ടേം എന്ന് പറയുന്നത് ഈ എക്സ് ഓഫ് ടിയിലെ അല്ലെങ്കിൽ എക്സ് ഓഫ് എന്നിൻ്റെ ഓരോരോ വാല്യൂ ആണ്. ഇപ്പോൾ ഇതാണ് എക്സ് ഓഫ് എൻ എങ്കിൽ കെയ്ക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇവിടുത്തെ വാല്യൂ കിട്ടും. കെയ്ക്ക് 1 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. ഈ ഓരോ വാല്യൂസിനെയും തമ്മിലാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇത് എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 അല്ലേ? അപ്പോൾ ഈ ഒരു സമ്മാണ് എന്ത് ചെയ്യുന്നത്? ഞാനവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് കൺവല്യൂഷൻ സം. നൗ നമ്മൾ എവിടെയാണ് കൺവല്യൂഷൻ സം യൂസ് ചെയ്യുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റംസ് എന്താണെന്ന് അറിയണം. വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് system. Different properties of system includes linearity, time invariant, then causal system, dynamic system, static system, etc. Where a system which will satisfy both linearity and time invariance is known as linear time invariant system. Name തന്നെയുണ്ട്, the system is linear and time invariant. അങ്ങനെ ഒരു സിസ്റ്റത്തിന് എന്തെന്ന് പറയുന്നത്? ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ്. അങ്ങനെ ഒരു സിസ്റ്റത്തിന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ. ഇതിനകത്ത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പൾസ് റെസ്പോൺസ് മെത്തേഡ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ്സാണ്. സോ എ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്, ഔട്ട് ഓഫ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദീസ് ടു മെത്തേഡ്സ്. സോ ഫസ്റ്റ് ലെറ്റ് us discuss impulse response. Impulse response. So we already said that a function can be represented as the weighted superposition of shifted impulses. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയേണ്ടത് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന് എനിക്ക് എന്ത് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? ഇമ്പൾസ് റെസ്പോൺസ്. Impulse response means the response obtained when we will give an impulse signal as an input to a system. ഒരു സിസ്റ്റത്തിലേക്ക്
ഇമ്പൾസ് സിഗ്നൽ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പോൺസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഹിയർ എച്ച് ഈസ് എ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ദാറ്റ് ഈസ് ഈ സിസ്റ്റം എന്താണ്? ലീനിയർ ആണ്, ടൈം ഇൻവേരിയൻറ്റും ആണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഞാനൊരു ഇമ്പൾസ് സിഗ്നൽ കൊടുത്താൽ എനിക്ക് എന്ത് റെസ്പോൺസ് കിട്ടും? അതിനെയാണ് ഞാൻ എന്തെന്ന് പറയാം? ഇമ്പൾസ് റെസ്പോൺസ്. ഈ റെസ്പോൺസിനെ ഞാൻ എച്ച് ഓഫ് എൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇഫ് ഡെൽ ഓഫ് എൻ ഈസ് ദ ഇൻപുട്ട് ടു എൽ ടി ഐ സിസ്റ്റം, എൽ ടി ഐ മീൻസ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, ദ ഔട്ട്പുട്ട് വിൽ ബി എച്ച് ഓഫ് എൻ. ഇതുപോലെ തന്നെയാണ് എന്ത് പറയുക? സ്റ്റെപ്പ് റെസ്പോൺസ്. സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് ഇഫ് യു വിൽ ഗീവ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആസ് ആൻ ഇൻപുട്ട്, ദ ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് സ്റ്റെപ്പ് റെസ്പോൺസ്. സോ അപ്പോൾ ഞാനെന്ത് പറഞ്ഞു? ഞാനൊരു ഇമ്പൾസ് സിഗ്നൽ കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഞാൻ എന്തെന്ന് പറയാം? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയാം. ഇനി ഞാൻ പറയുവാണ്, വി ക്യാൻ റൈറ്റ് എ ഫംഗ്ഷൻ എക്സ് ഓഫ് എൻ എസ് വെയ്റ്റഡ് സൂപ്പർ പൊസിഷൻ ഓഫ് ഷിഫ്റ്റഡ് ഇമ്പൾസസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എക്സ് ഓഫ് എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ. നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദിസ് സിഗ്നൽ ടു ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിലോട്ട് ഞാൻ കൊടുക്കാനായിട്ട് പോവാണ്. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു അപ്ലൈ ദിസ് എക്സ് ഓഫ് എൻ to the system H, and then the output is represented as y of n. അപ്പോൾ y of n ആണ് എനിക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ടായി കിട്ടുക. അങ്ങനെയാണെങ്കിൽ y of n is equal to h of x of n. അത് നമുക്ക് അറിയുന്ന കാര്യം. Now x of n can be written as sigma k equal to minus infinity to infinity x of k h del of n minus k. അപ്പോൾ ഇത്രയും കാര്യം എനിക്കറിയാമല്ലോ. ഞാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഡെൽ ഓഫ് എൻ മൈനസ് കെ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇത് ലീനിയർ ആണ്. അപ്പോൾ എനിക്ക് എച്ചിന് ഞാൻ ഈ ഫംഗ്ഷൻ്റെ എല്ലാം കൂടെ സം കണ്ടുപിടിച്ചിട്ട് റെസ്പോൺസ് എടുക്കുന്നതും ഓരോന്നിൻ്റെ റെസ്പോൺസ് എടുത്തിട്ട് സം ചെയ്യുന്നതും സെയിം ആണ്. അത് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ റെസ്പോൺസിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതായത് ഈ ഫംഗ്ഷൻ എച്ച് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. എച്ച് ഓഫ് എക്സ് ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ. ഇങ്ങനെ എടുക്കാമല്ലോ. കാരണം ഓരോ ഫംഗ്ഷൻ്റെയും റെസ്പോൺസ് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിനെല്ലാം കൂടെ സം ചെയ്യുന്നതും ഫംഗ്ഷൻ്റെ എല്ലാ പോയിൻറ്റിനെയും കൂടെ സം ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത് എന്താണ്? സെയിം ആണ്. നൗ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് ഡെൽ ഓഫ് എൻ മൈനസ് കെ. എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് സിഗ്നലിൻ്റെ ഓരോ പോയിൻറ്റിലുമുള്ള വാല്യൂസാണ്. ആ വാല്യൂസിനെ ഞാൻ എടുത്തു. ഇനി ഡെൽ ഓഫ് എൻ മൈനസ് കെയുടെ റെസ്പോൺസ് കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം ഡെൽ ഓഫ് എൻ ഞാൻ ഈ സിസ്റ്റത്തിലോട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്തായിരുന്നു? എച്ച് ഓഫ് എൻ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽ ഓഫ് എൻ മൈനസ് കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് എൻ മൈനസ് കെ കിട്ടും അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എഴുതാം y ഓഫ് n ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ. ഇതെവിടെ നിന്ന് കിട്ടിയതാ? ഇതെങ്ങനെ എഴുതാൻ പറ്റി? എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ പോയിൻറ്റിലെയും വാല്യൂസ് ഇൻറ്റു എച്ച് ഓഫ് ഡെൽ ഓഫ് എൻ മൈനസ് കെ. ഡെൽ ഓഫ് എൻ മൈനസ് കെയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് എൻ മൈനസ് കെ. സോ ദിസ് ഇക്വേഷൻ വി ഡിറൈവ്ഡ് ഈസ് നോൺ ആസ് കൺവല്യൂഷൻ സം. ഇതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? കൺവല്യൂഷൻ സം എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് കൺവല്യൂഷൻ സം. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ convolution h of n is equal to
സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ എന്നെനിക്ക് പറയാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ എവിടെ നിന്നായിരുന്നു ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്? എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആയിരുന്നു ഞാൻ കണ്ടുപിടിക്കാൻ പോയത്. എന്താ? വൈ ഓഫ് എൻ. നോ, ഈ സെയിം സിസ്റ്റത്തിലേക്ക് ഞാൻ ഡെൽ ഓഫ് എൻ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും എന്നറിയാമായിരുന്നു? എച്ച് ഓഫ് എൻ കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എൻ കൊടുത്താൽ എന്ത് കിട്ടുമെന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വൈ ഓഫ് എൻ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്ന് കിട്ടി. അതായത് എനിക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു ഇൻപുട്ട് കൊടുക്കുമ്പോഴും കിട്ടുന്ന റെസ്പോൺസ് കിട്ടാനായിട്ട്, അതായത് ഡെൽ ഓഫ് എൻ കൊടുത്താൽ എച്ച് ഓഫ് എൻ കിട്ടുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എൻ കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് ഓഫ് കെയും എച്ച് ഓഫ് എൻ മൈനസ് കെയും കൂടെ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ഷിഫ്റ്റ് ചെയ്ത് സം കണ്ടുപിടിച്ചാലായിട്ട് മതി. അതല്ലേ ഇവിടെ ചെയ്തേക്കുന്നത്. കെയുടെ ഡിഫറെൻറ്റ് വാല്യൂസിലോട്ട് എക്സ് ഓഫ് കെ കണ്ടുപിടിച്ചു, എച്ച് ഓഫ് എൻ മൈനസ് കെയും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് എന്താണ് എന്നെനിക്കറിയാമെങ്കിൽ, ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയാമെങ്കിൽ ഏതൊരു ഇൻപുട്ടിൻ്റെയും റെസ്പോൺസ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും അതാണ് കൺവല്യൂഷൻ സം കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ ഇമ്പൾസ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്ന് അറിയാമെങ്കിൽ ഏതൊരു ഇൻപുട്ട് ആ സിസ്റ്റത്തിലോട്ട് കൊടുത്താലും കിട്ടുന്ന ഔട്ട്പുട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് കൺവല്യൂഷൻ സം. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? കൺവല്യൂഷൻ സം ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ആ പോയിൻ്റ് നോട്ട് ചെയ്തേക്കണം. ദിസ് ഈസ് ഫോർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസാണ് നമ്മളിവിടെ ഈ പറഞ്ഞേക്കുന്നത് ഫുൾ.